വെൽക്കം ടു മൈ ചാനൽ എക്സ്ട്രാ സബ്ജക്റ്റ്. ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഫൗണ്ടേഷനാണ് പാർട്സ് ഓഫ് സ്പീച്ച്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾക്കും രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. ഈ വീഡിയോയിൽ നോക്കുന്നത് അതേപ്പറ്റിയാണ്. ആദ്യമായി വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ അവസാനം സബ്ജക്റ്റിനെ തിരിച്ചറിയുന്നതിന് ഒരു എളുപ്പവഴി കാണിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. സബ്ജക്റ്റ് ഒരു വാചകത്തിൽ ആ വാചകം ആരെക്കുറിച്ചോ എന്തിനെക്കുറിച്ചോ ആണെന്ന് പറയുന്ന ഭാഗമാണ് സബ്ജക്റ്റ്. അത് മിക്കപ്പോഴും നാമമോ സർവനാമമോ നൗൺ ഓർ പ്രൊനൗൺ ആയിരിക്കും. അത് വ്യക്തിയോ സ്ഥലമോ വസ്തുവോ ആശയമോ ഒക്കെ ആയിരിക്കാം. എന്നാൽ പ്രെഡിക്കേറ്റ് എന്നത് വാചകത്തിലെ സബ്ജക്റ്റ് എന്താണ് ചെയ്യുന്നതെന്നോ സബ്ജക്റ്റിന് എന്ത് സംഭവിക്കുമെന്നോ പറയുന്ന ഭാഗമാണ്. വേർബ് ഇതിൽ എപ്പോഴും ഉൾപ്പെടുന്നു. എക്സാമ്പിൾ, ദ കാറ്റ് ഈസ് സ്ലീപ്പിംഗ്. ഇവിടെ ദ കാറ്റ് സബ്ജക്റ്റും ഈ സ്ലീപ്പിംഗ് പ്രെഡിക്കേറ്റുമാണ്. നന്ദു ആൻഡ് മാളു ആർ റീഡിംഗ് ബുക്സ്. നന്ദു ആൻഡ് മാളു സബ്ജക്റ്റും ആർ റീഡിംഗ് ബുക്സ് പ്രെഡിക്കേറ്റും ആണ്. ഇംഗ്ലീഷിൽ 4 വിധം സെൻറ്റൻസുകളുണ്ടല്ലോ. പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 1 ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, 2 ഇമ്പേരറ്റീവ് കമാൻഡ്സ്, 3 ഇൻട്രോഗേറ്റീവ്സ് ക്വസ്റ്റ്യൻസ്, 4 എക്സ്ക്ലമേറ്ററി ഇമോഷൻസ് ആണ്. ഇതിൽ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തിരിച്ചറിയുന്നത് അല്പം ട്രിക്കിയാണ്. ഉദാഹരണങ്ങൾ നോക്കി മനസ്സിലാക്കാം. വാട്ട് ആർ യു ഡൂയിങ്? ഈ സെൻറ്റൻസിൽ യു സബ്ജക്റ്റും ആർ ഡൂയിങ് വാട്ട് പ്രെഡിക്കേറ്റുമാണ്. ഇവിടെ നിങ്ങളുടെ പ്രവൃത്തിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഹൂ ബ്രോക്ക് ദ വിൻഡോ? ഇവിടെ സബ്ജക്റ്റ് ഹൂ ആണ്, പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ച് നേരിട്ട് ചോദിക്കുന്നു. ബ്രോക്ക് ദ വിൻഡോ പ്രെഡിക്കേറ്റും ആവുന്നു. WH വേർഡിന് ശേഷം ഒരു വേർബ് വരികയാണെങ്കിൽ, എക്സാമ്പിൾ, ഹൂ കോൾഡ് യു, ഹൂ തന്നെ ആയിരിക്കും സബ്ജക്റ്റ്. എന്നാൽ WH വേർഡിനെ ഒരു വേർബും ഒരു ആക്സിലറി വേർബും ഫോളോ ചെയ്താൽ, എക്സാമ്പിൾ, വാട്ട് ഡിഡ് ഹീ ഡു? ഇവിടെ സബ്ജക്റ്റ് ഹീ ആണ്. ഡു മെയിൻ വേർബും ഡിഡ് ഓക്സിലറി വേർബും. അതായത് സെൻറ്റൻസുകളുടെ സ്ട്രക്ചർ, ഘടനയെ ആസ്പദമാക്കിയാണ് സബ്ജക്റ്റിനെ നിർണ്ണയിക്കുന്നത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സബ്ജക്റ്റിനെ തിരിച്ചറിയാൻ ഒരു എളുപ്പ വഴിയുണ്ടെന്ന്. അതെങ്ങനെയെന്ന് നോക്കാം. ഉദാഹരണമായി ഒരു സെൻറ്റൻസ് എടുക്കാം. ദ കാറ്റ് സ്ലീപ്സ് ഓൺ ദ സോഫ. 3 സ്റ്റെപ്പിൽ കൂടി നമുക്ക് സബ്ജക്റ്റിനെ കിട്ടും. 1, ഐഡൻറ്റിഫൈ ദ ആക്ഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഇൻ ദ സെൻറ്റൻസ്. വാചകത്തിലെ പ്രവൃത്തിയോ അവസ്ഥയോ തിരിച്ചറിയുക. അതിന് ഇതിൻ്റെ വേർബ് കണ്ടുപിടിക്കുക. ഇതിലെ വേർബ് സ്ലീപ്സ് ആണ്. 2, ആസ്ക് ഹൂ ഓർ വാട്ട് ബിഫോർ ദ വേർബ്. ക്രിയയ്ക്ക് മുമ്പ് ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുക. ഹൂ സ്ലീപ്സ്? ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഈസ് ദ സബ്ജക്റ്റ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സബ്ജക്റ്റ്. ഇതിൻ്റെ ഉത്തരം കാറ്റ് ആണ്. കാറ്റ് ആണ് സബ്ജക്റ്റ്. ഇങ്ങനെ നമുക്ക് ഈസിയായി സബ്ജക്റ്റ് കണ്ടുപിടിക്കാം. 2 കാര്യങ്ങളാണ് ഇംഗ്ലീഷ് സെൻറ്റൻസ് ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. ഒന്ന് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും, മറ്റേത് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റും ഒബ്ജക്റ്റും എന്തെന്നും അതിനെ തിരിച്ചറിയാൻ കഴിയുമെന്നും വിശ്വസിക്കുന്നു. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നാൽ എനിക്ക് വളരെ പ്രോത്സാഹനമാകും. താങ്ക്സ് ഫോർ വാച്ചിങ്.